സ്വിസ് സൈക്കോളജിസ്റ്റായ കാർൽ ജങ് ആണ് ആദ്യമേ ഇൻട്രോവേർട്ട്, എക്സ്ട്രോവേർട്ട്, ആംബിവേർട്ട് എന്ന കോൺസെപ്റ്റ് കൊണ്ടുവന്നത്. പുള്ളിക്കാരൻ പറയുന്നത് ലോകത്തുള്ള എല്ലാ ആളുകളെയും ഈ 3 കാറ്റഗറിയിൽ നമുക്ക് ഉൾപ്പെടുത്താമെന്നാണ്. ഇനി ആരാണ് ഇൻട്രോവേർട്ട്, ആരാണ് എക്സ്ട്രോവേർട്ട്, ആരാണ് ആംബിവേർട്ട് എന്ന് നമുക്ക് നോക്കാം. ഇൻട്രോവേർട്ടിൽ പെടുന്ന ആളുകൾ അവർക്ക് ഒറ്റയ്ക്കിരിക്കാനാണ് ഏറ്റവും ഇഷ്ടം. ആള് കൂടുന്ന ഇടങ്ങളിൽ, കല്യാണങ്ങളിൽ, മറ്റ് ഫംഗ്ഷനുകളിൽ, സൽക്കാരങ്ങളിൽ ഇവ ഒന്നിലും പോകാൻ ഇവർക്ക് ഒരു താല്പര്യമില്ല. 100 വട്ടം കണ്ട സിനിമയാണെങ്കിലും അത് വീണ്ടും കാണാൻ ആഗ്രഹിക്കുന്നവർ. ഇവർക്ക് കൂടിപ്പോയാൽ 1-2 ഫ്രണ്ട്സ് കാണും, അവരോട് പോലും ഇടപെടുന്ന വളരെ കുറവാണ്. ഇനി എക്സ്ട്രോവേർട്ടിലേക്ക് വരുമ്പം ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഇവർ. എക്സ്ട്രോവേർട്ടിൽ പെടുന്ന ആളുകൾക്ക് ഒരു സോഷ്യൽ ഇൻട്രാക്ഷൻ ഇല്ലാത്ത നിമിഷത്തെപ്പറ്റി ഓർക്കാൻ പോലും പറ്റില്ല. ഇവർ സംസാരിക്കാൻ ഭയങ്കര ഇഷ്ടപ്പെടുന്ന ആളുകളായിരിക്കും. ഒരു കല്യാണത്തിനോ ഫംഗ്ഷനോ പോയാൽ അതിൻ്റെ കാര്യങ്ങൾ മുൻപിൽ നിന്ന് ചെയ്യും. എല്ലാവരുടെയും അറ്റൻഷൻ കിട്ടിയാൽ ഇവർ അതിൽ ഭയങ്കര സന്തോഷം കണ്ടെത്തും. ഇനി ആംബിവേർട്ട് എന്ന ആളുകളുണ്ട്. അവർക്ക് ഈ എക്സ്ട്രോവേർട്ടിൻ്റെ ഇൻട്രോവേർട്ടിൻ്റെയും ഗുണങ്ങളുണ്ട്. ഒരു സ്പെക്ട്രത്തിൻ്റെ 2 അറ്റത്ത് കിടക്കുന്നവരാണ് ഇൻട്രോവേർട്ട്, എക്സ്ട്രോവേർട്ട്. അതിൻ്റെ ഇടയിൽ വരുന്നവരാണ് ആംബിവേർട്സ്. സിറ്റുവേഷൻ അനുസരിച്ച് ബിഹേവ് ചെയ്യാൻ പറ്റുന്നവരാണ് ഇവർ. പിന്നെ ഇവർ നല്ലൊരു ലിസണർ ആയിരിക്കും. എക്സ്ട്രോവേർട്ടിനെ പോലെ കുറേ സംസാരിക്കത്തുമില്ല, അതുപോലെ തന്നെ ഇൻട്രോവേർട്ടിനെ പോലെ കുറേ മിണ്ടാണ്ടിരിക്കത്തുമില്ല. ആളുകളെ വീക്ഷിക്കാനും അവരെ നന്നായി പഠിക്കാനും ഇവർക്ക് നല്ലവണ്ണം കഴിയും. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു ഈ 3 കാറ്റഗറിയെ പറ്റി പറയാൻ. നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ നമ്മൾ ഏറ്റവും കൂടുതൽ പോപ്പുലേഷനിൽ ഏറ്റവും കൂടുതൽ കാണുന്നത് ഗൂഗിൾ പറയുന്നത് വെച്ചാൽ 40% ഇൻട്രോവേർട്ട്, 40% എക്സ്ട്രോവേർട്ട്, 20% ആംബിവേർട്ട്. പക്ഷേ എൻ്റെ ഒരു പെർസ്പെക്റ്റീവ് നിന്ന് അതിൽ ചെറിയ തെറ്റുണ്ട്. നമ്മളിപ്പോൾ ഇൻ കേസ് ട്രെയിനിലോ ബസ്സിലോ യാത്ര ചെയ്യുവാണെങ്കിൽ എന്തുവാ നമ്മൾ മിക്കപ്പോഴും കാണുന്നത്? നമ്മൾ മിക്കപ്പോഴും കാണുന്ന ആളുകൾ മിണ്ടാണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നമുക്ക് ചിലപ്പോൾ നമ്മൾ അവരോടും സംസാരിച്ചാൽ ചിലപ്പോൾ അവർ നമുക്കറിയാൻ പറ്റും ഇൻട്രോവേർട്ടാണ്, എക്സ്ട്രോവേർട്ടാണ്, ആംബിവേർട്ടാണ്. പക്ഷേ നമ്മൾ ബസ്സിലേക്ക് കയറുമ്പോൾ അല്ലെങ്കിൽ ട്രെയിനിലേക്ക് കയറുമ്പോൾ നമ്മൾ കാണുന്നതെന്ന് വെച്ചാൽ എല്ലാവരും മിണ്ടാണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം എല്ലാവരും ഒരു ആംബിവേർട്ട് സ്വഭാവത്തിലാണ് അപ്പം നിൽക്കുന്നത്. അപ്പം നമ്മുടെ സൈക്കോളജിസ്റ്റ് കാർൽ ജങ് പറയുന്നതിൽ ചെറിയൊരു മാറ്റങ്ങൾ ഉണ്ടെന്ന് എനിക്ക് വിശ്വസിക്കുന്നു. കാരണം ആളുകൾ ഈ 3 കാറ്റഗറിയിൽ മാത്രം പെടുത്തുന്നത് ഫുൾ ശരിയാണെന്നും എനിക്ക് തോന്നുന്നില്ല. പിന്നെ എല്ലാത്തിനും ഉപരി ഇമോഷൻസ് നമുക്ക് ആർക്കും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? നിങ്ങൾ ഏത് കാറ്റഗറിയിൽ പെടും? കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.